എഫ് പെൻഷൻ വാങ്ങുന്നവരാണോ നിങ്ങൾ? എങ്കിൽ ഈ മാസം നിങ്ങളുടെ പെൻഷൻ അക്കൗണ്ടിലേക്ക് വരാൻ അല്പം വൈകിയേക്കും. അതെ, ജൂലൈ മാസത്തെ എഫ് പെൻഷൻ വൈകുമെന്നുള്ള പ്രധാനപ്പെട്ട വാർത്തയാണ് കേന്ദ്ര സർക്കാർ പുറത്തുവിട്ടിരിക്കുന്നത്. എന്തുകൊണ്ടാണ് പെൻഷൻ വൈകുന്നത്? ഇനി മുതൽ പെൻഷൻ വിതരണത്തിൽ വരുന്ന വലിയ മാറ്റങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം ഓൺലൈൻ വേഡ് മലയാളത്തിലൂടെ. അതിനു മുന്നേ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. ജൂലൈ മാസത്തെ എഫ് പെൻഷൻ വിതരണത്തിൽ വൈകൽ ഉണ്ടായേക്കുമെന്ന വിവരമാണ് പുറത്തുവന്നിരിക്കുന്നത്. ഇതിന് കാരണം EPFIയുടെ സെർവർ അപ്ഡേഷനും പെൻഷൻ വിതരണ സംവിധാനത്തിലെ സാങ്കേതിക മാറ്റങ്ങളുമാണ്. അതായത് രാജ്യത്തുടനീളം ഒറ്റ സെർവറിലൂടെ പെൻഷൻ വിതരണം സുഗമമാക്കുന്നതിൻ്റെ ഭാഗമായി സെർവർ അപ്ഡേഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇതുകൊണ്ടാണ് ജൂലൈ മാസത്തെ പെൻഷൻ വിതരണം വൈകുന്നത്. സെർവർ സജ്ജമായി കഴിഞ്ഞാൽ ഡൽഹി സെൻട്രൽ പ്രൊവിഡന്റ് ഫണ്ട് കമ്മീഷണർ ഓഫീസിൽ നിന്ന് നേരിട്ട് ബാങ്ക് വഴി പെൻഷൻ അക്കൗണ്ടുകളിലെത്തും. ഇതുവരെ അതത് റീജിയണൽ പ്രൊവിഡന്റ് ഫണ്ട് ഓഫീസ് വഴിയാണ് പെൻഷൻ നൽകിയിരുന്നത്. അതുകൊണ്ട് തന്നെ പതിവ് തീയതിയിൽ പെൻഷൻ അക്കൗണ്ടിലെത്തിയില്ലെങ്കിൽ ഗുണഭോക്താക്കൾ ആശങ്കപ്പെടേണ്ടതില്ല. മിനിമം പെൻഷൻ വാങ്ങുന്നവർ, ഉയർന്ന ശമ്പളത്തിൻ്റെ അടിസ്ഥാനത്തിൽ പെൻഷൻ കിട്ടുന്നവർ, 58 വയസ്സ് കഴിഞ്ഞും സർവീസിൽ തുടരുന്നവർ എന്നിങ്ങനെ 3 വിഭാഗങ്ങളിലെയും പോർട്ടലുകൾ ഒരുമിച്ച് പ്രത്യേകമായി തയ്യാറാക്കുകയാണ് ഇപ്പോൾ ചെയ്യുന്നത്. സാങ്കേതിക നടപടികൾ പൂർത്തിയാക്കിയ ശേഷം പെൻഷൻ വിതരണം ആരംഭിക്കുന്നതാണ്. അതിനാൽ പെൻഷൻ വൈകിയാൽ അത് ബാങ്കിൻ്റെ പ്രശ്നമോ വ്യക്തിഗത തടസ്സമോ ആണെന്ന് കരുതേണ്ടതില്ല. ഈ വിവരം മറ്റുള്ള എഫ് പെൻഷൻ ഗുണഭോക്താക്കളിലേക്കും എത്തിക്കാൻ വീഡിയോ ഷെയർ ചെയ്യാൻ മറക്കല്ലേ. കൂടുതൽ സർക്കാർ വാർത്തകളും പെൻഷൻ അപ്ഡേറ്റുകളും നേരത്തെ അറിയാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. താങ്ക് യു ഫോർ വാച്ചിങ്.